കഴിഞ്ഞിട്ടില്ല. സ്ഥലമുടമ മണ്ണുമാന്തി യന്ത്രം കടത്തിവിടാത്തതിനാൽ രക്ഷാദൗത്യം പ്രതിസന്ധിയിലാണ്. ശരീരമാസകലം പരിക്കേറ്റ ആന സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. ആനയെ കരക്കെത്തിച്ചാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ തുടർ നടപടികൾ സ്വീകരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റി മാർഗനിർദ്ദേശം പുറത്തിറക്കി. കാട്ടാനയുടെ ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം തുടരുകയാണ്. രാവിലെ ഒന്നും ആനയ്ക്ക് കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ ആളുകൾ ഈ തൊലെ പ്രശ്നങ്ങളൊക്കെ ഒന്നുകൂടി ആനയ്ക്ക് മുഴുവനായിട്ട് ഇടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിട്ട് തലയ്ക്കൊക്കെ നല്ല മുറിവുണ്ട്. ഇത് എത്ര നേരം ഇതിന്റെ അത് കിടക്കുമെന്ന് അറിയാൻ പാടില്ല. ഇത് ആദ്യം സൗകര്യം തന്നിട്ട് ഇവിടെ നമ്മൾ വണ്ടി ഇറക്കും. രണ്ടാമത് പറയുന്നത് ഈ സാധനം ഇത് ഏറ്റവും ഡേഞ്ചർ ആനയാണ്. ഇത് നാളെ ഒരു മനുഷ്യനെ കൊല്ലാൻ അത്രയ്ക്ക് സ്ഥിരം ശല്യക്കാരാണ്. അപ്പൊ നമുക്ക് ഇതിനെ മയക്കുപടി വെച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ ഒഴിവാക്കണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ആവശ്യം. കാരണം ഇത് നാളെ ആരെയും എന്ത് വിളിയും സംഭവിക്കാവുന്ന ഒരു സാധ്യതയുള്ള ആനയാണ്. കാരണം ഇത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ സാധനത്തെ ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോയേ പറ്റുള്ളൂ. കോതമംഗലത്തു നിന്ന് വിനിത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനിത, ഈ നാട്ടുകാരുടെ അവരുടെ അമർഷം, ദേഷ്യമൊക്കെ നമുക്ക് മനസ്സിലാവും, കാരണം ഇങ്ങനെ ആശങ്കയിൽ കഴിയേണ്ട ഒരു അവസ്ഥ. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനയെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കുക, കരകയറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴെന്താണ് തടസ്സം അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന്? തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ആനയെ എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആന സ്വയം അതിന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വഴി ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി വേണം മനസ്സിലാക്കാൻ. ആ ഒരു വലിയ കിണറാണ്. ആ കിണറിന്റെ ഒരു ഭാഗത്ത് അത് പൂർണ്ണമായും കരിങ്കല്ലും ചെങ്കല്ലും ഒക്കെയാണുള്ളത്. അതിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ചെറിയൊരു മൺതിട്ടയുള്ളത്. ഏതാണ്ട് മണിക്കൂറുകളോളമായി ഈ ആന അത് ഇടിച്ച് പൊട്ടിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിലൂടെ ഒരു ചെറിയ ഒരു പാത അത് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൂടെ പുറത്തേക്ക് കടക്കുക എന്നുള്ളത് അത് അത്ര എളുപ്പമല്ല. ആനയ്ക്ക് അങ്ങനെ പുറത്തേക്ക് കടക്കുന്നതിനുള്ളൊരു മാർഗം ഒരുക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പ്രദേശവാസികൾക്കൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 500 മീറ്റർ അകലം പാലിച്ച് നിൽക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇപ്പോൾ ആ കിണറിന് സമീപമായാണ് നിൽക്കുന്നത്. ആന ഇപ്പോഴും ആ കിണറിനുള്ളിൽ അതിന്റെ പരാക്രമം തുടരുകയാണ്. അതിനെങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തുന്നതിനുള്ള ഒരു പരിശ്രമമാണ് അത് നടത്തുന്നത്. അല്പസമയം മുൻപ് അത് തുമ്പിക്കൈ വരെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു പരിശ്രമം ആനയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം ആനയെ മയക്കുവെടി വെച്ച് ഈ മേഖലയിൽ നിന്ന് മാറ്റണം എന്നൊരു കാര്യമാണ്. അല്പസമയം മുൻപ് പെരുമ്പാവൂർ MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമൊക്കെയായി സംസാരിക്കുകയാണ്. നാട്ടുകാരുടെ ചില ആവശ്യങ്ങൾ MLA ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ആനയെ ഇവിടെ നിന്ന് മാറ്റുക എന്നൊരു ആവശ്യം തന്നെയാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട്. ഇപ്പോൾ MLA അദ്ദേഹം സംസാരിക്കുകയാണ് ആ കാര്യങ്ങൾ സംബന്ധിച്ച്. സന്ദർഭങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആനകൾ മൂലമുണ്ടാവുന്ന പ്രതിസന്ധി നിത്യ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് ക്രിയാത്മകമായ നടപടി ഗവൺമെന്റിൽ നിന്നുണ്ടാകണം. ഒരാനയെ കിട്ടി അതിനെ പിടിച്ചു തുരുത്തി അതുകൊണ്ട് കാര്യമില്ല. ഈ ആനയെ ഇപ്പോൾ രക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തായി? ഒപ്പം തന്നെ ഈ ആളുകളുടെ ഒരു ആശങ്ക കൂടി പരിഹരിക്കേണ്ട സാഹചര്യമല്ലേ ഇത്? ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ആനയെ കയറ്റി ഓടിച്ചു വിട്ടാൽ മാത്രം പോരാ. ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് കാട്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് ആന ഇറങ്ങി വരുന്നു. അപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ആനയെ പിടിച്ചതിന് ശേഷം അതിന് മയക്കുവെടി വെച്ച് പ്രാഥമിക ചികിത്സ കൊടുത്ത് അതിന് ഭക്ഷണം കൊടുത്തതിന് ശേഷം ആനയെ ഇവിടുന്ന് കൊണ്ടുപോയി കാട്ടിൽ അയച്ചുവിടുക എന്നുള്ളതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. താങ്കളിപ്പോൾ അക്കാര്യം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അതിൽ എന്തെങ്കിലും തരത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം കളക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ 144 പറ്റാനും ആനയെ അതിനുശേഷം രക്ഷപ്പെടുത്തി ആനയെ കൊണ്ടുപോകാൻ വേണ്ട നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആന വീണിട്ട് മണിക്കൂറുകളോളം ആവുന്നുണ്ട്. വിനിത വിജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രദേശത്തെ MLA കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് രക്ഷാപ്രവർത്തനം വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുമ്പോഴും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണിക്കൂറുകളായി ആനയെ രക്ഷിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.